ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഇന്നത്തെ ക്ലൈമാക്സ് മെഗാ എപ്പിസോഡ് റിവ്യൂലോട്ട് സാധനം. ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും അത്യധികം ഹൃദയസ്പർശിയായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയായിട്ടോ. അതായത് ഇന്നലെ സീരീസ് അവസാനിക്കുന്ന ഭാഗത്ത് നമ്മൾ കണ്ടാണ് നമ്മുടെ കണ്ണനാണെങ്കിൽ നമ്മുടെ ബാലയടത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരയുന്നു. കണ്ണൻ മാത്രമല്ല, ഹരിയും അപ്പു അഞ്ചും ശിവനും, അതായത് ഫ്ലാഷ് ബാക്കിലുള്ള, അതായത് അവർ ചെയ്ത ഓരോ നല്ല കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ പൊട്ടിക്കരയായിരുന്നു. നമ്മുടെ അമ്മയെ, സ്വന്തം അമ്മയെ പോലെ ദേവിയടുത്തെയാണല്ലോ നമ്മളിങ്ങനെ ദ്രോഹിച്ചതെന്ന് പറഞ്ഞ് കണ്ണനാണെങ്കിൽ വിഷമം സഹിക്കാതെ പൊട്ടിക്കരിയുമ്പോൾ ശിവം നമ്മുടെ ഹരി അവരോട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ബാലനെയും ദൈവത്തെയും ഇനി എത്ര കാലം കഴിഞ്ഞിട്ടാണ് എപ്പോഴാണ് ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സീരീസ് അവസാനത്തെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിട്ടോ കാണിക്കുന്നത്. അങ്ങനെ ഇപ്പോഴും സ്വാതന്ത്ര്യം കുടുംബത്തിൽ എല്ലാവരും ബാലനെയും ദൈവത്തെയും കാത്തിരിക്കുകയാണ്. അതിനുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ഇപ്പോഴും മുടങ്ങാതെ നടത്തുന്നുമുണ്ട്. അങ്ങനെ ആദ്യം ഹരിയിലൂടെ ആരംഭിച്ച് ഹരി പൂജാമുറിയിൽ നിന്ന് കണ്ണനോട് ബാലനെയും ദേവിയും തിരിച്ചു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കാൻ. ഈ ഒരു സമയത്ത് നമ്മുടെ ശിവനാണെങ്കിൽ അമ്പലത്തിൽ പോയിട്ടാണെങ്കിൽ തേങ്ങയൊക്കെ ഉടച്ചാണെങ്കിൽ ബാലനെയും ദേവിയടുത്തേയും കണ്ടെത്താൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശിവന്റെ കൂട്ടുകാരനായ രാഹുലിന്റെ കോള് ശിവന് കിട്ടുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ രാഹുലെ നീ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ശിവനോടായിട്ട് രാഹുൽ പറയുന്നുണ്ട്, ശിവ, നിങ്ങൾ കുറെ നാളായിട്ട് അന്വേഷിച്ചായിരുന്നു നിങ്ങളുടെ ഭരട്ടനും ദേവിയടുത്തി എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തി. ഞാനിവിടെ തമിഴ്നാട്ടിൽ ഇവിടെ ഒരു അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോൾ ഞാൻ അവരെ അവിചാരിതമായിട്ട് കണ്ടെന്ന് പറയാണ്. അപ്പം നമ്മുടെ ശിവൻ ഞെട്ടോട് ചോദിക്കുകയാണ്, സത്യമാണോ നീ രാഹുല നീ പറയണേ, ഉള്ള കാര്യമാണത് നിനക്ക് തോന്നിയാണെന്ന് ചോദിക്കുമ്പോൾ അല്ല ശിവ, ഞാൻ കണ്ടതാണ്, അവര് തന്നെയെന്നാണ് എനിക്ക് വിശ്വാസം എന്ന് പറയാണ്. അപ്പോൾ ശിവൻ പറയണം, എന്നാൽ ഞങ്ങൾ ഉടൻ തന്നെ അങ്ങോട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ശിവനും അതോടൊപ്പം ഹരിയും കണ്ണനോട് അങ്ങോട്ട് പോകട്ടോ. കാലഘട്ടം മാറിയതിന്റെ മാറ്റം ഇവരുടെ മൂന്ന് പേരുടെ ഫേസ് ഉണ്ട്. പ്രത്യേകിച്ച് ഹരി കുറച്ചുകൂടെ മെച്യൂർഡായിട്ടും അതോടൊപ്പം ഒരു കണ്ണാടിയൊക്കെ വെച്ച് കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ട് തോന്നിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ശിവനും കണ്ണനും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പം ശിവന്റെ അഞ്ജുവിനും കുഞ്ഞുണ്ടായിരിക്കാണ്, അഞ്ജുവിന്റെ കുഞ്ഞിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയാണ് കാലഘട്ടം മാറിയതിന്റെ മാറ്റങ്ങളെല്ലാം കാണിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന് പുതിയ എപ്പിസോഡ് ആരംഭിച്ചിരിക്കുന്നത്, ക്ലൈമാക്സ് എപ്പിസോഡ്. അങ്ങനെ ഇവര് തമിഴ്നാട്ടിൽ ആ ഒരു ക്ഷേത്രത്തിലോട്ട് പുറപ്പെടുകയാണ്. അവിടെ എത്തിയതിനു ശേഷം കണ്ണൻ ആ ഒരു അമ്പലം കണ്ടിട്ട് ഞെട്ടലോട് പറയാം കേട്ടോ, ഇത്രയും വലിയൊരു അമ്പലത്തിൽ പോയിട്ട് നമ്മൾ എവിടെ പോയി കണ്ടെത്തി ശിവേട്ടൻ നീക്കുമ്പോൾ എവിടെയാണല്ലോ നമ്മൾ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് മൂന്നുപേരും ഇവർ ബാലന്റെയും ദേവിയുടെ ഫോട്ടോ കാണിച്ച് അവിടെയുള്ള ഒട്ടാക്കാരുടെ ുള്ള ഓരോരുത്തരോടുമായിട്ട് അന്വേഷിക്കാട്ടോ. എന്നാൽ ആർക്കും അവരെ കുറിച്ചൊരു അറിവും കിട്ടുന്നില്ല. ചിലരൊക്കെ കണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ നിലവിൽ എവിടെയാണെന്ന് അവർക്ക് കണ്ടെത്താൻ പറ്റാതെ വീണ്ടും നിരാശാജനകമായിട്ട് അവർ തിരിച്ചു വരാൻ തുടങ്ങിയാട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കാണ് അവരൊരു ആക്സിഡന്റ് കാണുന്നത്. അങ്ങനെ ആക്സിഡന്റ് കണ്ട് അവരൊന്ന് വണ്ടി നിർത്തിയാണ്. അതിലെവിടെയോ കണ്ടുപരിചയമുള്ള ഒരു മുഖം പോലെ തോന്നുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ഹരി പറയുന്നുണ്ട്, അത് ദേവിയടുത്തിയാണോ എന്ന് ഞെട്ടലോട് പറയുകയാണ്. ഒരു ആക്സിഡന്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഒരു സ്ത്രീയെ വണ്ടി ഇടിച്ചിട്ട് കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവർ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. അതാരുമല്ല, അവരുടെ ദേവിയടുത്തി തന്നെയാണ്. അങ്ങനെ ദേവിയടുത്തി മാത്രമായിട്ട് അങ്ങനെ ആക്സിഡന്റ് പറ്റി കണ്ടുകൊണ്ട് അവരുടൻ തന്നെ എടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയാണ്. എന്നാൽ ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ബാലേട്ടനാണെങ്കിൽ ദേവിയടുത്തിയായിട്ട് അവർ ഹോസ്പിറ്റലിലോട്ട് എത്തിയിരിക്കണം. ആ ഒരു സമയത്ത് തന്നെ തൊട്ടു പുറകെ നമ്മുടെ ബാലേട്ടനും ഒരു കുഞ്ഞും വരുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ദേവിയടുത്തിക്കും ബാലേട്ടനും ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും തന്റെ അനിയന്മാരെ കണ്ട് സന്തോഷത്തിലാണെങ്കിൽ പൊട്ടിക്കരയായിരുന്നു ബാലേട്ടൻ. അങ്ങനെ അവർ പരസ്പരം എല്ലാവരുമായിട്ട് തിരിച്ച് സ്വാതന്ത്ര്യത്തോട്ട് പോവുകയാണ്. അവിടെ എത്തുമ്പോൾ നമ്മുടെ അഞ്ജലിക്കും കുഞ്ഞുണ്ടായി. നമ്മുടെ ദേവൂട്ടിയാണെങ്കിൽ ഇപ്പോൾ വല്ലാണ്ട് വളർന്നു. എന്നാലും അമ്മയെന്ന് വിളിച്ച് ഓടി വരും ദൈവത്തിൽ ആ സന്തോഷം കാരണം. അങ്ങനെ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡ് അവസാനിക്കുന്നതാണ് നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള പുതിയൊരു പ്രമോയ്ക്കകത്തുനിന്ന്. കാരണം ഒരു സങ്കടക്കടലായിട്ട് മാറത്തില്ലെങ്കിൽ മാത്രം, ഒരുപക്ഷെ തിരിച്ച് സങ്കടക്കടലായിട്ട് മാറുവാണെങ്കിൽ അതിൻ്റെ ഒരു മറ്റൊരു ഓപ്പോസിറ്റ് സൈഡിലൂടെ നോക്കുകയാണെങ്കിൽ സ്റ്റോറിയുടെ ആ ഒരു ആക്സിഡന്റിന് ശേഷം അവർ ദേവിയടുത്തിയായിട്ട് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് ദേവിയടുത്തിയുടെ മരണം സംഭവിക്കുന്നത്. അപ്പോഴാണ് ബാലേട്ടനും ഒരു കുഞ്ഞുമായിട്ട് ആ ഒരു ഹോസ്പിറ്റലിലോട്ട് ഓടിയെത്തുന്നത്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ അനിയന്മാരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ആ ഒരു സങ്കട കണ്ണീർ കടലായിട്ടും അങ്ങനെ സീരിയൽ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ബാലനും നമ്മുടെ ദേവിയടുത്തിയുടെ കുട്ടിയുമായിട്ട് അവർ സ്വാതന്ത്ര്യത്തിലോട്ട് എത്തുമെന്ന് കണ്ടു തന്നെയിരണം. എന്തൊക്കെയാണ് അങ്ങനെ ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള എപ്പിസോഡ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ പോലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ മികച്ച, അതായത് എല്ലാവരും ഒന്നിക്കുന്ന ഒരു നല്ലൊരു ക്ലൈമാക്സിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്നിച്ചാൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. എന്തൊക്കെയാണല്ലോ അങ്ങനെ നല്ലൊരു അവസാന എൻഡിങ് തന്നെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് ഇന്ന് രാത്രി കൃത്യം 7 മണിക്കാണ് സ്വാതന്ത്ര്യം വർഷത്തിന്റെ ക്ലൈമാക്സ് എപ്പിസോഡ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എത്ര പേരാണ് ക്ലൈമാക്സ് എപ്പിസോഡ് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പൊങ്കും. അതോടൊപ്പം തന്നെ ഈ ഒരു ക്ലൈമാക്സ് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമ സീരിയൽ അപ്ഡേറ്റുകൾ ആകുന്നതിനറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.